തിരുവനന്തപുരം തേക്കുംമൂടിൽ മൊബൈൽ ഫുഡ് ട്രക്കിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. 10 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, തീ പൂർണ്ണമായി അണച്ചോ? എന്താണ് തീപിടുത്തത്തിന് കാരണമെന്നതൊക്കെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞോ? അതായത് അനുജ, ഇന്ന് രാവിലെയോടെയായിരുന്നു ഈ തെക്കുമൂട് ഇത്തരത്തിലൊരു ഫുഡ് ട്രക്ക് വാഹനം തീപിടുത്തം സംഭവിക്കുന്നത്. ഈ വഴിയോരത്തും മറ്റും ഫുഡ് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഈ അപകട സമയത്ത് 3ഓളം ഗ്യാസ് സിലിണ്ടറുകൾ വാഹനത്തിലുണ്ടായിരുന്നു. ഇവ പൂർണ്ണമായും കത്തി നശിച്ചു. വാഹനം ഏറെക്കുറെ പൂർണ്ണമായും കത്തി നശിച്ച ഒരു സാഹചര്യത്തിലാണ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 3ഓളം ഗ്യാസ് സിലിണ്ടറുകൾ വാഹനത്തിന് പുറത്തുണ്ടായിരുന്നു. ഇവ എന്തായാലും കത്തിയില്ല. വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഈ അപകടത്തിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വാഹനം പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഈ വാഹനത്തിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എന്തായാലും ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് ഈ വാഹനം പുറത്തേക്ക് ഇറങ്ങുകയും ഭക്ഷണം പാകം ചെയ്ത് മറ്റു തരത്തിലുള്ള പ്രവൃത്തികളിലേക്കൊക്കെ കിടക്കുക. ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു അപകടം നടക്കാൻ വലിയ ഒരു ഭാഗ്യമായി എന്ന് തന്നെ പറയാം. എന്തായാലും രാവിലെയാണ് ഈ അപകടം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. പ്രാഥമികമായും ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തീ എന്തായാലും പൂർണ്ണമായി അണച്ചിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളില്ല. ശരി. തിരുവനന്തപുരത്ത് മൊബൈൽ ഫുഡ് ട്രക്കിന് തീപിടിച്ചു. തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം.